ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്ന സ്ഥലം. ഗുഡ് മോർണിംഗ്. യെസ് ലിജോ. അങ്ങനെ കൂട്ടത്തില് നെറ്റ്വർക്കുള്ള ഒരുത്തന്റെ അഹങ്കാരം. നമ്മളെല്ലാവരും ഞെട്ടിയിരിക്കുന്ന ആ ആപ്പിൾ മരത്തിലെ ആപ്പിള് കണ്ടിട്ടാണ്. മാൻഡേറ്ററി ആയിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്, ആപ്പിൾ. ദിസ് ഈസ് നോട്ട് ആപ്പിൾ. നമ്മൾ ആദ്യം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ പസിഫൈ ചെയ്തിട്ട് വേണം വേറെ എന്തിലേക്കും കിടക്കാനായിട്ട്. ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ ഡയറക്റ്റ് കടിച്ചിട്ടുണ്ടെന്ന് കുറേ കണ്ടിട്ടുണ്ട്. ഇത് നല്ലത് മോളിൽ കിടക്കുന്നുണ്ടെങ്കിലും ദൈവമേ, ചെറുതിന് നല്ല സ്മെല്ലുണ്ട്. ഞാൻ പറിച്ചത് ഞാനാണെങ്കിൽ അത് ഞാൻ കഴിച്ചു നോക്കും. സ്മെല്ലുണ്ട്. പൊട്ടിക്കണ്ട അല്ലേ? നല്ല നല്ല റെഡ് ആയിട്ടുള്ള ഞാൻ കൊരങ്ങനോ മോളി കയറി വരുന്നത്. ഇതുവരെ നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആപ്പിൾ അല്ല, ശരിക്കുള്ള ആപ്പിളിന്റെ ടേസ്റ്റ്, ആപ്പിളിന്റെ ഫ്ലേവർ കിട്ടുമ്പോൾ ഉള്ള ആപ്പിളിന്റെ ടേസ്റ്റ് അതിങ്ങനെ ഇനി വന്നേ അതിങ്ങനെ ചെടിന്ന് പറിച്ച് അല്ലേ? ശരിയല്ലേ? അത് ഞാൻ അഗ്രി വിട്ട. മറ്റേതിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? Let's get one more. എന്താന്ന് ലെറ്റ്സ് ഗോ ഫോർ ആൻ ഈവനിങ് വാക്ക്. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ജീസ് നല്ല രീതിയിൽ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് സൈഡായിട്ടുണ്ട്. നാളെ ആകുമ്പോഴത്തേക്കും ശരിയാവും എന്ന് വിചാരിക്കാം. അപ്പോൾ ലിജോനെ കാണാനില്ല. ലിജോ ആദ്യമേ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് പോയിട്ടുണ്ട്. ഈ ഒരു സമയമായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6:15 മണിയായി. എങ്കിലും നല്ല വെയിലാണ് കേട്ടോ. 1517 ശ്രീ ഗുരുനാനാക്ക് അദ്ദേഹത്തിൻ്റെ ട്രാവൽസിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ നട്ട ഒരു മരമാണിത്. ഡെസേർട്ടഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയകളിൽ ഒരു മരം വളർന്ന് പന്തലിച്ച് നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അത്രയും വർഷം പഴക്കം ഉള്ള ഒരു ട്രീ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ സേക്രഡായിട്ടും നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഫസ്റ്റ് ഡേ ലേയിൽ വന്നിട്ട് ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ഇറങ്ങി നടന്നു. ഇനി എവിടെയെങ്കിലും തല ഇറങ്ങി വീണിട്ടുണ്ടെങ്കിൽ ആരും എടുക്കാനുണ്ടാവില്ലല്ലോ ദൈവമേ എന്ന് കരുതിയപ്പോഴാണ് ഫ്രണ്ടിൽ ഒരുത്തൻ വന്ന് പെട്ടത്. ഇവൻ ആദ്യം ഇറങ്ങി പോയിരുന്നു. ലിജോ ആണ് കേട്ടോ. ലേ മാർക്കറ്റിൽ തന്നെയുള്ള ചെറിയൊരു മൊണാസ്ട്രിയാണിത്. ഇവനാണ് കേട്ടോ ഇത് ആദ്യം വന്ന് കണ്ടുപിടിച്ച് ഇവിടെ ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്നറിയിക്കുന്നത്. നാളെ നമ്മൾ പോകാൻ പോകുന്ന ലമയൂരു എന്ന് പറയുന്നൊരു മൊനാസ്ട്രി വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആണ് ലേയിലുള്ള തന്നെ. അതുപോലെ തന്നെ ലമയൂരിലെ മണ്ണും അതുപോലെ തന്നെ മൂണിലെ മണ്ണും സെയിം കൺസിസ്റ്റൻസി ആണ് എന്ന് ഇന്നൊരാൾ എനിക്ക് പറഞ്ഞു തന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ. ചോക്കൻ വിഹാരിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഓരോരോ വീലിലും 150 മില്യൺ മന്ത്രങ്ങളാണ് ഉള്ളത്. 1980 ദലൈലാമയാണ് ഇത് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇതാണ് ലേയിലെ പ്രധാനമായിട്ടുള്ള മാർക്കറ്റ്. നമ്മളിവിടെ പോവുകയാണെങ്കിൽ കുറേ പശ്മിന അതിൻ്റെ ഷോപ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ നടന്നതിൻ്റെയാണ് തോന്നുന്നു. എനിക്ക് ചെറിയ രീതിയിൽ കിതപ്പൊക്കെ
തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എവിടെയും നാട്ടിലെ സിമ്മ് വർക്ക് ചെയ്യില്ലാത്തത് കൊണ്ട് ഗൂഗിൾ പേ കൊണ്ടോ ഫോൺ പേ കൊണ്ടോ പ്രത്യേകിച്ച് ഉപകാരം കാര്യങ്ങളൊന്നുമില്ല. കയ്യിൽ കാശ് എടുത്ത് പിടിക്കുക, അതും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ലോക്കൽ സിമ്മ് എടുത്ത് കയ്യിൽ വെക്കുന്നത്. എനിക്ക് ലോക്കൽ സിമ്മ് കിട്ടിയോ? ഇല്ലല്ലോ. കയ്യിൽ പൈസ ഉണ്ടോ? എത്ര രൂപയുണ്ട്? 4000 രൂപയുണ്ടോ? These are the fridge magnets. ഇതെന്താണ്? വിൻബെൽസോ? ഇതിനെന്താ പറയുന്നത്? വിൻബെൽസ് എന്നോ? കാറ്റടിക്കുമ്പം ഒച്ചേക്കുന്നതല്ലേ? നമ്മളുടെ സ്റ്റേയുടെ പുറത്തായിട്ട്, നമ്മൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്തായിട്ട് കുറേ ആപ്പിളും, അതുപോലെ നമ്മളുടെ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാവരുടെയും മുറ്റത്ത് നമ്മളുടെ വീട്ടിലൊക്കെ തുളസി വളരണ പോലെ ഈ ആപ്രിക്കോട്ടും ആപ്പിൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ട് വിൽക്കണ കണ്ടിട്ട് വാങ്ങിച്ച് സാമ്പിൾ നോക്കിയതാണ്. കടിച്ചാൽ മുറിയുന്നില്ല, ഭയങ്കര മധുരമാണ്. ഇത് നെയ്യാണ് ഉരുട്ടി വെച്ചിരിക്കുന്നത്. നെയ്യല്ല, ബട്ടർ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡ്രൈ ആപ്രിക്കോട്ട്, വാൾനട്ട്സ്, അതുപോലെ തന്നെ കുങ്കുമപ്പൂവ്, ശിലാജിത്ത്, തക്കാളി. ഇതാണ് സംഭവം. നല്ല ക്യൂട്ട് തണ്ണിമത്തൻ അല്ലേ? ₹80 ആപ്രിക്കോട്ട്. ഇന്ന് ഞാൻ തിന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആപ്രിക്കോട്ടാ. കടിച്ചാൽ മുറിയുന്നില്ല, നല്ല തിളങ്ങിയിരിക്കുന്നു. എൻ്റെ ക്യാമറ എന്താ ഇങ്ങനെ? താങ്ക് യുടാ. ക്യാമറ തടച്ച് വൃത്തിയാക്കിയപ്പോഴത്തേക്ക് ഒരിക്കൽ കൂടി അടച്ചു തുറന്ന് തന്നതിന് നന്ദി. ये खाने के लिए ले जाओ ना, वो फ्रिज में रखा है उधर। फ्रिज में हम केरला से आ रही हो। वहाँ होटल में वो होगा ना, होटल से नाड़ा पोगल है। घर में भी देता हूँ तो उसको मालिक को तो फ्रिज होगा ना। आधा करके दो, കുറച്ച് മതിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ഉണ്ടയായിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്. ये ले लो। അടിപൊളി അടിപൊളി. ഫ്ലൈറ്റ് ഇറങ്ങിയ പാട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെയായിരുന്നു വിചാരം. ഇവിടെ വന്ന് കുറച്ച് നേരം ആപ്പിൾ പറിക്കുന്നു, ഏപ്രിക്കോട്ട് പറിക്കുന്നു, താഴേക്കൂടെ ലാത്തുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഹാർട്ടൊക്കെ നല്ല രീതിയിൽ പൗണ്ട് ചെയ്യുന്നു. ശ്വാസം എടുക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നു. AMS ഉള്ളതാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇവിടെ 48 hours നമ്മൾക്ക് മാൻഡേറ്ററി ആണ്. നമുക്കിവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി റെസ്റ്റ്, ഇന്നത്തെ ദിവസം റെസ്റ്റ്. ഇതൊക്കെ ഒന്ന് ഓക്കെയായി, കുറേ വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡായി സെറ്റായി കഴിയുമ്പം പുറത്ത് പോയി ബാക്കി ആപ്പിളും കാര്യങ്ങളൊക്കെ പറിച്ച് തിന്നുക. ബാക്കി വീഡിയോസും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. തണുപ്പ് അത്യാവശ്യമുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നേരെ ഇറങ്ങി പുറത്തിറങ്ങിയ പാട് നല്ലൊരു തണുപ്പടിച്ചു. പുറത്ത് നല്ല വെയിലും അതുപോലെ കൊള്ളാൻ സുഖമുള്ളൊരു തണുപ്പുക. അപ്പം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. ദ ഓൺലി പ്രോബ്ലം ഈസ് ഫോണിൽ മെമ്മറി ഇല്ല.